എന്നെ സംശയിക്കാനോ? അല്ല, അങ്ങനെ സംശയിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ലല്ലോ. കൊള്ളാം. അപ്പോ ആൻസി വർഗീസ് നിസ്സാരക്കാരിയല്ലെന്നും അവൾ പോകുന്ന വഴി എങ്ങനെയാണെന്നും ഇപ്പൊ മനസ്സിലായല്ലോ നൂറിന്. എന്നെയും തന്നെ സംശയിക്കുന്ന പോലെ ഈ വ്യാജ വീഡിയോയുടെ കാര്യത്തില് ഈ KGSനെയും ആൻസി വർഗീസിനെയും അവർ സംശയിക്കാത്തത് എന്തുകൊണ്ടാ? ആൻസി വർഗീസിന് KGSന്റെ ഒപ്പം ജീവിക്കാൻ അവള് തന്നെ ഒരു വ്യാജ വീഡിയോ തയ്യാറാക്കി എന്നെ ഒഴിവാക്കിയതാണെങ്കിലോ, അതിന് KGS കൂട്ടു നിന്നിട്ടുണ്ടെങ്കിലോ? പറ, അങ്ങനെ ഞാൻ സംശയിച്ച എന്താ തെറ്റ് പറയാൻ പറ്റുക? ദേ, ഞാനിപ്പോ അങ്ങനെയാ സംശയിക്കുന്നത്. സാറിന് അടുത്ത ഘട്ടത്തിലേക്ക് ഈസിയായിട്ട് കയറാൻ പറ്റുമല്ലോ. സാറിപ്പോൾ എവിടെ? ബാംഗ്ലൂരോ? ആ ശരി. അപ്പം ലക്ഷ്യം റസിയാണ് അല്ലേ? ഓക്കെ, സാറ് ബിസി അല്ലേ? ഫ്രീ ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ സാർ. ആ ഹരി, ഒരു 5 മിനിറ്റ് ദാ വരുന്നു. ഓക്കെ. ഷെർനെ, ഷെർനെ. വരുന്നു മേഡം. വാ, ഇതെല്ലാം അങ്ങ് എടുത്തോണ്ട് പോയിക്കോ. ശരി. അനന്ത, ഞാൻ വന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോവാം. നൂർജഹാൻ, അത് നമുക്ക് പ്രൊഡക്ഷൻ കമ്പനി അങ്ങ് രജിസ്റ്റർ ചെയ്യണം. പുതുവർഷത്തിൽ ആദ്യം തന്നെ ഈ പടം അങ്ങ് തുടങ്ങണം. ഇനിയാണെങ്കിൽ കൂടുതൽ ദിവസങ്ങളില്ലല്ലോ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ലൈനപ്പാക്കാൻ ഞാൻ ബേബിയോട് പറഞ്ഞിട്ടുണ്ട്. അനന്ത, അങ്ങനെ ഹറിബറിയായിട്ട് തുടങ്ങാൻ പറ്റുമോ? എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യണ്ടേ? ഫസ്റ്റ് പ്രൊഡക്ഷൻ അല്ലേ നമ്മുടെ. ബേബി പ്രൊഡക്ഷനിൽ നിന്നോട്ടെ. ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റ് ഒക്കെ ആവുമ്പോ വലിയൊരു പ്രൊഡക്ഷൻ കൺട്രോളറെ വെക്കണം. നോർത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് ഒക്കെ വരുന്നതല്ലേ. ബാക്കി കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ, ഇനി പുതുതായിട്ടൊന്നും ചെയ്യാനില്ലല്ലോ. അനന്ത, നമുക്കെല്ലാം ഒന്ന് പുതുതായിട്ട് ആലോചിക്കാം. എല്ലാ ലാംഗ്വേജിലും പോകാൻ പറ്റിയ ആർട്ടിസ്റ്റ് ഒക്കെ വേണ്ടേ? ഇതിപ്പോ ഈ ലിസ്റ്റിൽ അതില്ല. അപ്പൊ പിന്നെ കൊടുത്ത അഡ്വാൻസ് എല്ലാം അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത പടം വരുമ്പോ ആലോചിക്കാം. അതെ, അല്ല നൂറെ, ഈ പ്രൊജക്ട് ഇപ്പൊ അങ്ങനെ അങ്ങ് പോട്ടെ. ഡേറ്റ് എല്ലാം റെഡി ആയി കിടക്കുന്നതല്ലേ. പിന്നെ ആദിത്യ മൂവീസ് ചെലവാക്കിയ പൈസ നമ്മൾ കൊടുത്തങ്ങ് ഒഴിവാക്കിയ പോരെ. ആദിത്യ മൂവീസ്, അതൊക്കെയാണ് എന്താ പ്രശ്നങ്ങള്. ആദിത്യ ഗ്രൂപ്പ് അല്ലാതെ തന്നെ ഒരുപാട് ഇഷ്യൂസിലാ, കേസിലാ. ഇനി നമുക്ക് അവരുമായിട്ട് ഒരു ബിസിനസ് ഡീലൊന്നും പറ്റില്ല എന്താ. പോയത് പോട്ടെ, നമുക്ക് ഫ്രഷ് ആയിട്ട് ആലോചിക്കാം. അതല്ലേ നല്ലത്. അനന്ത, ഷെറിൻ ലഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബേബി ഉണ്ടല്ലോ പുറത്ത്. ഞാൻ നേരത്തെ വരാൻ നോക്കാം. എന്തായാലും 8:30 ആവും.
ഡിന്നർ നമുക്ക് പുറത്തുനിന്നാക്കാം. ഓക്കെ? ഓക്കെ, പോയിട്ട് വാ. ആ എല്ലാം കൂടി എടുത്ത് കുടിച്ചു വഷളായി കിടക്കരുത്. ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആണ്. ചെല്ല് ചെല്ല് ചെല്ല്. ഷെറിനെ, ഷെറിനെ, എന്തോ? എല്ലാം എടുത്തു വെച്ചോ കാറില്? ആ, എടുത്തു വെച്ചു മാഡം. ബേബി എവിടെ? ദേ പുറത്തുണ്ട്, ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. ഹാ ആ അനന്തന്റെ പടം ഇപ്പൊ തന്നെ തുടങ്ങല്ലേ മേഡ പ്രൊഡ്യൂസർ. ആ ഞാനങ്ങോട്ട് വിളിക്കാട്ടാ. ഇന്നത്തെ ഡേറ്റ് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു അല്ലേ മേഡം? ആ ബേബി, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കണം. എന്താ മേഡം? ബോംബെയിലുള്ള എൻ്റെ ഒരു സുഹൃത്തുമായി ചേർന്ന് ഞാനൊരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മേജർ ഷെയറും ആ കമ്പനിയുടേതാണ്. ആണാ? അതും നന്നായിട്ടാ. അനന്തന്റെ സ്ക്രിപ്റ്റാണ് നമ്മൾ ആദ്യം വർക്ക് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് മൂവി. ഏയ് അതങ്ങനെയാണല്ലോ. പക്ഷേ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഡയറക്ടറെ തീരുമാനിക്കുന്നത് കമ്പനിയാണ്. അപ്പാനന്ദനോ? ഏയ് ഇതാനന്ദന്റെ പ്രോജക്റ്റ് അല്ലേ മേഡം? ആണ്, അനന്തന്റെ പ്രോജക്റ്റ് തന്നെയാണ്. പക്ഷേ ഡയറക്ടർ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള ആരെങ്കിലും വേണം. മാത്രമല്ല അനന്തന്റെ പേരിലുള്ള ഫാമിലി ഇഷ്യൂസും പ്രോപ്പർട്ടി ഇഷ്യൂസും കേസും ഒക്കെ കിടക്കുമല്ലേ. അതിനാദ്യം ഒരു തീരുമാനം ഉണ്ടാകട്ടെ. മാത്രമല്ല ഞങ്ങളുടെ പേരിൽ വന്നിരിക്കുന്ന സൈബർ കേസ് അത് നിസ്സാരമല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് സാവകാശം അനന്തന് കൊടുക്കാം. അതാ നല്ലത്. അടുത്ത പ്രോജക്റ്റ് അനന്തൻ തന്നെ ഡയറക്റ്റ് ചെയ്യട്ടെ. ബേബി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഓക്കെ? ആ ബേബി ഇവിടെ ഉണ്ടാവില്ലേ? ബേബി പ്രൊഡക്ഷനിൽ നിന്നോട്ടെ. ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റ് ഒക്കെ ആവുമ്പോൾ വലിയൊരു പ്രൊഡക്ഷൻ കൺട്രോളറെ വെക്കണം. അനന്തന്റെ പ്രോജക്റ്റ് തന്നെയാണ്. പക്ഷേ ഡയറക്ടർ കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള ആരെങ്കിലും വേണം. അതെ, അത് കുറച്ച് കഴിയും. ഞാനങ്ങോട്ട് വിളിക്കാട്ടാ. ഓ ഹലോ. ആ ഈ വിൻസെന്റ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്ന മുഴുവൻ കുഴപ്പമാണ്. ഈ KGS പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് തത്ത പറയും പോലെ പറഞ്ഞിരിക്കുക. അതും മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ രഹസ്യമൊഴി. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. പറയാൻ എന്തുവാ സാറേ? അയാളെ കൊല്ലാൻ ആളെ വിട്ടെന്നും അയാളുടെ പെണ്ണും പിള്ളയുടെ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കാനും അല്ലേ അവർ ശ്രമിക്കുന്നത്. എന്നിട്ടെന്തേലും തെളിവ് കിട്ടിയോ? പക്ഷേ 1-2 സാക്ഷിമൊഴികൾ കുഴപ്പമാണ്. ആ കാർപ്പന്ററുടെ ആണോ സാറേ? പിന്നെ ആ കാർപ്പൻറ്ററുടെ സാക്ഷിമൊഴിയും പിന്നെ ആ സെക്യൂരിറ്റിയുടെയും.
മേഴ്സി വിൻസെന്റ് മരിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് ചിത്രയെ അതേ ഫ്ലോറിൽ കണ്ടെന്ന കാർപ്പന്ററുടെ സാക്ഷിമൊഴി. അതുപോലെ ആ ഗേറ്റിലെ സെക്യൂരിറ്റി വാവച്ചൻ, 2 സ്ഥലത്തും CCTV കംപ്ലൈന്റ് ആയിരുന്നുകൊണ്ട് ആ വിഷയം എടുക്കാൻ പറ്റിയില്ല. ഏതായാലും അതൊരു ഭാഗ്യമായി. ആ അത് ഞാൻ ചെയ്തത് സാറേ. എങ്ങനെ? അന്നേ ആ CCTV ഓഫ് ചെയ്തത് ഞാൻ തന്നെയാ. ഓ ഹോ ഹോ ഹോ. അപ്പോ ദാ ഇതൊന്ന് സൈൻ ചെയ്താട്ടെ. ബെയിൽ ആപ്ലിക്കേഷൻ ആണോ സാറേ? അതെ, മുൻകൂർ ജാമ്യാപേക്ഷയാ. നമുക്കങ്ങ് തയ്യാറാക്കി വെക്കാം. സാറേ അപ്പോ അങ്ങനെ പെട്ടെന്നൊരു അറസ്റ്റിന് സാധ്യതയുണ്ടോ? 3-4 തവണ ക്രൈംബ്രാഞ്ച് നിങ്ങളെ ഓഫീസിൽ വിളിച്ചു വരുത്തിയും ഇതേ വീട്ടിൽ വന്ന് മൊഴിയെടുത്തതുവാ. നിങ്ങളുടെ ഭർത്താവ് ആദിത്യ കൃഷ്ണനാണ് 1-ാം പ്രതി. അദ്ദേഹം ഓരോ തവണ ചോദിക്കുമ്പോഴും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി പറയുക. അതുകൊണ്ടിപ്പോ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ? അങ്ങനെ ഓരോ തവണയും ഓരോന്ന് മാറ്റി പറയാൻ ഞാൻ തന്നെയാ പഠിപ്പിച്ചത്. എന്ത് ചോദിച്ചാലും ഓർമ്മയില്ല, മറന്നുപോയി എന്നൊക്കെ അങ്ങ് പറഞ്ഞേക്കുക. അതെ, അത് കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പോയാ ഈ തട്ടിപ്പൊന്നും നടക്കില്ല. ആള് കുഴപ്പക്കാരനാ. അവിടെ കള്ളം പറച്ചിൽ നടക്കുകയില്ല. അതൊരു പേടിയാ. അത് നേരെ ഒന്ന് ഉറക്കെ ചോദിച്ചാ സത്യം വിളിച്ചു പറയുന്ന പാർട്ടിയാ. അതാ എന്റെയും പേടി. എന്തായാലും ചിത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. KGS വിൻസെന്റിനെ ഇറക്കിയതാ നമുക്ക് പ്രശ്നമായത്. ഇപ്പൊ നിൽക്കുന്ന നിലപാടിൽ അങ്ങ് ഉറച്ചു പോയാൽ ക്രൈംബ്രാഞ്ചുകാർ കുറച്ച് ബുദ്ധിമുട്ടും. കുറ്റപത്രം കൊടുക്കണേ കുറച്ച് വൈകും. അത് നമുക്ക് നല്ലതാ. സാറേ പക്ഷേ ക്രൈംബ്രാഞ്ചിനേക്കാളും മുകളിൽ അവരന്വേഷിച്ചോണ്ടിരിക്കുകയല്ലേ ആൻസി വർഗീസും KGSും ഒക്കെ. അവളാണല്ലോ ഇപ്പൊ സൂപ്പർ CBI. ഈ വിൻസെന്റിനെ കെട്ടിയിറക്കിയതുപോലെ തെളിവൊക്കെ എവിടുന്നേലും പൊക്കിയെടുത്തോണ്ട് വന്ന് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ കൊടുക്കുന്നത് എപ്പോഴാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതാ ഒരു ആൻസിപ്പേറ്ററി ബെയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അറസ്റ്റ് നമുക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ. സാറേ എന്താ എടി ചിത്ര, എന്തുവാ? എടി നിന്നോടവൻ വല്ലതും വിളിച്ചു പറഞ്ഞോ? ആര്? അനന്തൻ കെട്ടിയടി. ആരെ? ആ രണ്ടും കൂടി കെട്ടി. ആരെ കെട്ടിയെന്നാ? നൂർജഹാനെ. നൂർജഹാനെ? ആ സാറേ ഇന്ന് രാവിലെ ആയിരുന്നു. വാർത്ത വന്നുകൊണ്ടിരിക്കുക. സാറൊന്ന് നോക്കി, ലൈവ് വന്നുകൊണ്ടിരിക്കുക. അതേതായാലും നന്നായി. നാശം അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോയല്ലോ. അവകാശവും പറഞ്ഞ് നീ ഇങ്ങോട്ട് കയറി വരില്ലല്ലോ. എടി ശരിയാടി, നീ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു. മരതകം വീടിന്റെ സ്വത്ത് അനുഭവിക്കാൻ ഇനി നമ്മൾ രണ്ടും മാത്രം. ഒരു കൂടപ്പറപ്പുള്ളത് ആ വഴിക്ക് അങ്ങ് പോയി. ഇവിടെ വളരേണ്ട 2 പിള്ളേര് അതുങ്ങളും പോയി. ഇനിയിപ്പോ സമാധാനമുണ്ട് അല്ലേ വക്കീലേ? സെൻട്രൽ ജയിലിൽ പോയി സിമന്റ് തറയിൽ കിടക്കുമ്പോഴും ദേ ഇക്കണ്ട വീടും പറമ്പും വല്ലവനും കൊണ്ടുവന്നുള്ള പേടിയേ വേണ്ട. ഒരു സമാധാനമുണ്ട് അല്ലേ വക്കീലേ? എന്താ വക്കീലൊന്നും മിണ്ടാത്തെ? ഒരു അഭിപ്രായം പറ. അത് ശരിയാ. മരതകം കുടുംബത്തിലെ കോടികളുടെ ആസ്തി അനുഭവിക്കേണ്ട തലമുറ നിങ്ങളുടെ മകളായിരുന്നു. ആ അവകാശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ വന്ന് അതിനുള്ള നീക്കങ്ങൾ ആ കുട്ടി നടത്തിയിട്ടുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അത് ആ ആൻസി വർഗീസിന്റെ പദ്ധതിയാ സാറേ. അവളുടെ കൊച്ചുങ്ങളുടെയും തന്റെയായ അനന്തന്റെയും പിതൃത്വാവകാശം നിലനിർത്തിക്കൊണ്ട് സ്വത്ത് മുഴുവൻ അങ്ങോട്ട് മാറ്റാനുള്ള ഒരു ശ്രമം. അതിനിരയായിട്ട് ഉപയോഗിക്കുന്നത് പല്ലവിയെ. സാറേ ഒരു കാരണവശാലും ഒന്നും വിട്ടുകൊടുക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ കുട്ടികളുടെ കാര്യത്തിലുള്ള അവകാശം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അനന്തനിപ്പോ ആ നൂർജഹാനെ കെട്ടിയ സ്ഥിതിക്ക്. പക്ഷേ നിങ്ങൾ ജന്മം കൊടുത്ത നിങ്ങളുടെ മകൾ പല്ലവിയുടെ അവകാശം ഇല്ലാതാക്കാൻ പറ്റുമോ? പറ്റുമോ? എന്റെ സാറേ, ഇല്ലാതാക്കാൻ ഇവക്ക് എന്തോന്ന് ബുദ്ധിമുട്ട് സാറേ? എന്തെങ്കിലും കൊടുത്ത് ആ പാറക്കുളത്തിലോട്ട് കൊച്ചിനെ അങ്ങ് വലിച്ചെറിഞ്ഞാ പോരെ? ഇവളെ സംബന്ധിച്ച് അതൊരു സില്ലി മാറ്ററാ. കൊച്ചാപ്പോ ഓട്ടോ അങ്ങ് അകത്തേക്ക് പോകുമായിരുന്നല്ലോ. ആരൊക്കെ ഉള്ളപ്പോഴല്ലേ നടക്കാൻ പറ്റൂ? അതങ്ങ് ശീലമായി പോയി.
ഇയാൾക്ക് ഇരിപ്പല്ലേ ഉള്ളൂ, നടപ്പില്ലല്ലോ. ആ നാട്ടിൽ പോയിട്ട് വന്നപ്പോ വീട്ടുകാരെയും കൂടെ കൊണ്ടുവരാത്തതാ. ഓ, അതൊന്നും നേരം കിട്ടിയില്ല. എല്ലാരും അകത്തുണ്ടോ? ഓ ഉണ്ട്, എല്ലാരും ഉണ്ട്. ഞാൻ ചെല്ലട്ടെ. തട്ടുകടയാ മോളെ, ഒരു ലോക്കൽ തട്ടുകട. എവിടെയാ? സിറ്റിക്കകത്താണോ? സിറ്റിക്കകത്തല്ല, ഇച്ചിരി വിട്ടാ. കൊച്ചപ്പൻ അവരെ കണ്ടോ? കണ്ടു, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ വരത്തില്ലെന്ന് ആനിക്ക് ഒരേ നിർബന്ധം. കുഞ്ഞോ, അവളെവിടെയാ? ഹോ, അതിന്റെ കാര്യം കുറെ കഷ്ടമാ. ഒരു വീടിന്റെ ചെറിയ പോർഷനിലാ താമസിക്കുന്നത്. അലക്സ് അവിടെ എന്തോ ഓട്ടോ വാടകയ്ക്കെടുത്ത് ഓടുന്നുണ്ട്. വൈകുന്നേരം അവ എവിടെ ഒതുക്കി ഇട്ടിട്ട് തട്ടുകടയിൽ വരും. അപ്പോഴേക്കും ആനി അരിമാവുമായിട്ട് അവിടെ വരും. ഹോസ്പിറ്റലിന് അടുത്താ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ദോശ, ചമ്മന്തി, സാമ്പാർ, ഓംലേറ്റ് ഏതാണ്ടൊക്കെ ഉണ്ട്. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. കൊച്ചപ്പൻ അവരെയും വിളിച്ചോണ്ട് കൂടെ വന്നാൽ എന്തായിരുന്നു? ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല മോളെ. ഞാൻ കൂടെ വരാം. ഞാൻ സാറിനോട് സംസാരിക്കട്ടെ. ആ മോളെ, മോളെ, എന്താ കൊച്ചപ്പ? ഞാനേ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു ഓട്ടോയെ കയറിയായിരുന്നു. എന്നിട്ട് ഓട്ടോക്കാരനാ പറഞ്ഞത് സിനിമ നടി നൂർജഹാന്റെ കല്യാണം കഴിഞ്ഞെന്ന്. ആ ഓട്ടോക്കാരൻ പറഞ്ഞപ്പോഴേ ഞാനങ്ങ് നാണം കെട്ടുപോയി. കൊച്ചപ്പൻ എന്തിനാ നാണം കെടുന്നത്? ഈ അനന്തരം നൂർജഹാനൊന്നും കൊച്ചപ്പന്റെ ആരുമല്ലോ. ആരുമല്ല, ഞാൻ അനന്തന്റെ ബന്ധക്കാരനായിരുന്നേ. ഓട്ടക്കാരനും അറിയത്തില്ല. പക്ഷെ ഓട്ടക്കാരൻ മോടെ പേര് പറയുന്നത് കേട്ടപ്പോഴേ പൊടുപ്പും തൊങ്ങലും വെച്ച് എന്തൊക്കെയാ അവര് പറയുന്നത്. പക്ഷേ എന്റെ മോള് മിടുക്കിയാണെന്നാ എല്ലാവരും പറയുന്നത്. അത് കേട്ടപ്പോഴാ എനിക്കൊരാശ്വാസം വന്നത്. പോട്ടെന്ന് നാശം. മോള് നോക്കിക്കോ, ഒരു സമയം കഴിയുമ്പോഴേ അവൾ അവനെ ചവിട്ടി പുറത്താക്കും. അവിടെ ചരിത്രമാണെന്ന പത്രക്കാരും ടി വിക്കാരും എല്ലാരും പറയുന്നത്. മോളെ, ഈ നൂർജഹാനെ പണ്ട് വേറെ കെട്ടിയതാന്ന്. കെട്ടിയതൊന്നും അല്ല കൊച്ചപ്പ. ഏതൊരു തെലുങ്ക് പ്രൊഡ്യൂസറുടെ കൂടെ കുടുംബമായിട്ട് കുറച്ചുകാലുണ്ടായിരുന്നു. കുട്ടികളുണ്ടെന്നാ കേട്ടത്. ലീഗലി മാരീഡൊന്നും അല്ലായിരുന്നു. അയാൾ വേറെ കെട്ടിയതെന്നാ കേട്ടെ. ആ നന്നായി. അപ്പോഴേ അവൻ അവിടെ തന്നെ ചെന്ന് കയറണം. മക്കളെ, കൊച്ചുങ്ങളുടെ കാര്യം പറഞ്ഞ് അവൻ ഇവിടെ വന്ന് കയറരുത്. അറത്ത് മുറിച്ചങ്ങ് വിട്ടേക്കണം. കൊച്ചുങ്ങളെ കാണാൻ പോലും ഒരവസരം കൊടുക്കരുത്. കൊച്ചപ്പ, ഞാൻ പിള്ളേരുടെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു? ആ പറഞ്ഞു. അവർക്കിപ്പോ എല്ലാം അറിയാം. ഇല്ല. ആ മോളെ, സാറിനടുത്തേ ഇന്ന് തന്നെ പോയി ആനി അലക്സിനെ വിളിച്ചോണ്ട് വരാൻ ആ പറയാം. പറയാം. ചേട്ടാ കുറച്ച് ചമ്മന്തി ഒഴിക്കും. ചമ്മന്തി വെള്ളമാണല്ലോ ചേട്ടാ, ഒഴുകി അങ്ങ് പോവാണല്ലോ. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊക്കെ നാട്ടിൽ നിന്ന് വന്നതല്ലേടാ. അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടും. ഈ കഴിക്കാൻ നോക്ക്. അതെ, ഒരു ദോശ എടുത്തു. അതെ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പിന്നിലേ ഒരു മുറി കട ഒഴിഞ്ഞു കിടപ്പുണ്ട്. എൻ്റെ തട്ടുകട അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ ഞാൻ ഏർപ്പാടാക്കി തരാം. അതെ, അവിടെ പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞു. വെള്ളമില്ല, അതവിടെ പറഞ്ഞു. പക്ഷെ താല്പര്യമില്ല. പിന്നെ ഈ നടുറോട്ടിൽ ഇങ്ങനെ ചെറുപ്പക്കാർ വന്ന് വെള്ളം ഇറക്കി നിൽക്കുന്നേക്കാൾ കടയ്ക്കകത്താവുമ്പോ ശല്യമില്ലല്ലോ. ദോശ കരുവാളിച്ചിങ്ങനെ സൗന്ദര്യം കളയുന്നത് എന്തിനാ? അച്ചായോ, എനിക്കൊരു സർട്ടിഫിക്കറ്റും കൂടെ കിട്ടി. ഞാൻ സുന്ദരിയാന്ന്. ചേട്ടാ, ഒന്ന് ഫ്രെയിം ചെയ്തു തരോ? കടയിൽ തൂക്കാന്. ചേട്ടാ ഇങ്ങ വാ, ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പൊ തരാം. വേണ്ട വേണ്ട, ഞാൻ 2 ദോശക്കകത്ത് നിർത്തി. ഒരു 2 ബുൾസൈ എടുത്ത് ഓരോന്ന് വന്നോളൂ. ചേട്ടാ ഒരു ദോശ. ആ ദാ, ഇവിടെ എന്താ വേണ്ടേ? 2 ബുൾസൈ. ബുൾസൈ വേണോ? ആ
ചേട്ടാ എനിക്ക് ഒരു 2 പുൾസം അടിച്ചേ. അയച്ച് ചമ്മന്തി കൂടെ. അച്ചായ അതും കൂടെ എടുത്ത് അങ്ങോട്ട് കൊടുക്ക്. ചേട്ടാ വടയുണ്ടോ? ഓ, എന്താ വേണം? 2 ദോശ, ഒരു സിംഗിൾ ഓംപ്ലേറ്റ്. ഓ, കഴിക്കാനേ വന്നെങ്കിൽ ദോശ എത്രണ്ണം വേണം? നിന്നെ വിളിച്ചോണ്ട് പോകാൻ വന്നതാ. ദോശ എത്രണ്ണം വേണം? എനിക്ക് ദോശയൊന്നും വേണ്ട. നീ വന്നേ വന്നേ. ഞാൻ വരുന്നില്ല. ഈ കട എടുക്കാൻ ഞങ്ങൾ കുറെ പൈസ മുടക്കിയതാ. ഞങ്ങൾക്ക് ഇത് മതി. അനി മതിയാക്കിത് കൊച്ചപ്പാ. അലസേ, ഇങ്ങോട്ട് മാറിക്കേ. ഞാൻ കൊടുത്തോളാം. അവർക്കൊക്കെ ഞാൻ കൊടുത്തോളാം. ഇനി ഞങ്ങൾക്ക് എന്താ വേണ്ടേ? ദോശ ചേട്ടാ. അവിടെ എന്താ വേണ്ടേ? ഒരു ഓംലെറ്റ്. ഇത്രയും നാള് നീ നിന്റെ ഇഷ്ടത്തിന് നടന്നാ നീ. ദോശ. നീ ഞാൻ പറഞ്ഞ കേട്ടാ മതി. നീ വന്നേ. വരാൻ പറ്റില്ല. നീ എന്റെ കൂട്ടത്തിൽ വരുന്നു. ഞാൻ പറയുന്നെങ്കിൽ കേട്ടാ മതി. അലക്സേ, നീ വന്നേ. നിങ്ങൾ എവിടെയാ താമസിക്കുന്നേ? അപ്പുറത്താ. അപ്പുറത്തെങ്കിലും അപ്പുറത്ത്. നമ്മളിപ്പോ അങ്ങോട്ട് പോവാ. സാധനം എല്ലായിടത്തും വീട്ടിൽ പോണം. പച്ചപ്പാ ഇവിടെ നോക്കിക്കോണേ. ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ രണ്ടുപേരും വന്നേ. അലക്സോട് പറയണ പറഞ്ഞത്. നിങ്ങൾ ചെല്ലേ. ചെല്ല് നടക്ക. ഇവിടേക്ക് ഞാൻ നോക്കിക്കോളാം. നീ ഇങ്ങോട്ട് വരണ്ട. ഇനി നീയും വരണ്ട. അങ്ങോട്ട് ചെല്ലേ. ഒരു ഓംലെറ്റ്. അവിടെ എന്താ വേണ്ടേ? 2 സിംഗിൾ ഓംപ്ലേറ്റ്. ചേട്ടാ കുറച്ച് ചമ്മന്തി ചേട്ടാ. തരാം തരാം തരാം. ഇപ്പൊ തരാം.